മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പദ്യം വേണ്ടട്ട തന്നെ. അതെ, മാറ്റം വരേണ്ട സമയമായിട്ടുണ്ടല്ലോ. അങ്ങനെ മാറ്റങ്ങൾ നമ്മളെല്ലാം അറിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാറ്റങ്ങൾ നമ്മൾ എല്ലാം അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. CAD മേഖലയില് വരുന്ന ചേഞ്ചസ്, കുറെ ചേഞ്ചസ് വന്നിരുന്നെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് എനിക്ക് പറയാൻ തോന്നുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഓൺഷേപ്പ് എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ. ഇതൊരു തികച്ചും ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും വെറും ഒരു ക്രോം ബേസ്ഡ് അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസർ ബേസ്ഡ്, ക്രോം അല്ലെങ്കിൽ ഫയർഫോക്സ്, ഇങ്ങനെ രണ്ട് പ്ലാറ്റ്ഫോമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് വലിയൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വലിയൊരു റാമോ ഈ ഗ്രാഫിക്സ് പെർഫോമൻസോ ഇതൊന്നും വേണ്ടാത്ത ഒരു CAD പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഈ ഓൺഷേപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരു വെബ് ലിങ്ക് ആണ്. അത് നിങ്ങൾ ഗൂഗിളിൽ പോയി ജസ്റ്റ് ഓൺഷേപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ആ ലിങ്കിൽ onshape.com എന്ന് പറയുന്ന ആ ലിങ്കിലേക്ക് കയറിയിട്ട് കാണുന്ന ഇതാണ് അവരുടെ ലാൻഡിംഗ് പേജ്. അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു വെബ് ബേസ്ഡ് സൈറ്റ് സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ സെർച്ച് ചെയ്യുക. ആ വെബ്സൈറ്റിലേക്ക് പോവുക. ആ വെബ്സൈറ്റിലേക്ക് പോയിട്ടാണ് നമ്മൾ എത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ഓൺഷേപ്പ് എന്ന് സെർച്ച് ചെയ്ത് ഓൺഷേപ്പിലേക്ക് വരുന്ന ലിങ്ക്, ഇപ്പോൾ www.onshape.com അതാണ് അവരുടെ ലിങ്ക്. ഈ വെബ്സൈറ്റ് തുറക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ ഈ പേജിൽ അവർ അതിനെക്കുറിച്ച് ഈ സോഫ്റ്റ്വെയറിന്റെ ഇതിനെ കുറിച്ചൊക്കെ എല്ലാം പറയുന്നുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിനെ മോഡലിംഗ് മാത്രമല്ല എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് പാർട്സ് അസംബ്ലി, കോൺഫിഗറേഷൻ, ഡ്രോയിങ്സ്, ഫ്രെയിംസ്, സിമുലേഷൻ വരെ എല്ലാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് പണ്ടൊക്കെ ഒരു സിമുലേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു കമ്പ്യൂട്ടർ വേണ്ടി വരുമായിരുന്നു. കാരണം അത് കുറെ ടൈം എടുത്ത് സിമുലേഷൻ അതിനു വേണ്ടി മാത്രം ഒരു PC മേടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പൊ എല്ലാം ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന രീതിക്ക് ഓൺഷേപ്പിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 10-12 ഇയേഴ്സ് ആയിട്ട് മെക്കാനിക്കൽ ഡിസൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ്. ഞാനൊരു ഓൾമോസ്റ്റ് 5 ഡിഫറെന്റ് CAD സോഫ്റ്റ്വെയർസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോളിഡ് വർക്ക്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻവെന്റർ യൂസ് ചെയ്തിട്ടുണ്ട്, ക്രിയോ യൂസ് ചെയ്തിട്ടുണ്ട്, കാറ്റിയ യൂസ് ചെയ്തിട്ടുണ്ട്, NX യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല സോഫ്റ്റ്വെയർസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഇതും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജസ് അത് വളരെ ഹൈ ആണ്. ഈ സോഫ്റ്റ്വെയറിന്റെ കേപ്പബിലിറ്റീസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് എല്ലാ സോഫ്റ്റ്വെയറിന്റെയും ഫ്യൂച്ചർ. ഇങ്ങനെയായിരിക്കും മിക്കവാറും എല്ലാത്തിലേക്കും വരാനുള്ള ചാൻസും, എല്ലാ സോഫ്റ്റ്വെയറും ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഇത് ക്രിയോ പാരാമെട്രിക് അതല്ലെങ്കിൽ PTC എന്നുള്ള കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ക്രിയോനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു CAD പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പോ ക്രിയോ യൂസേഴ്സിന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പക്ഷേ ഇത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു കുറച്ച് ഡിഫറെന്റ് ആണ്, അത്രയേ ഉള്ളൂ. പക്ഷെ യു ക്യാൻ അത് ഒരു വിധത്തിലെല്ലാം നന്നായി ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ചെയ്യാൻ പറ്റും. കാറ്റിയ പോലെ NX പോലെയോ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർഫസിങ്ങും ഷീറ്റ് മെറ്റലൊന്നും പറ്റില്ലെങ്കിലും ഒരുവിധം ബേസിക് കാര്യങ്ങളൊക്കെ ഇതിൽ പറ്റുന്നതാണ്. പിന്നെ ഇതിന് ഈ അപ്ഡേഷൻ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല.
ഇതിന്റെ അപ്ഡേഷൻ ഇതന്നെ, ഇതൊരു വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും തുറക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പുതിയൊരു വേർഷൻ അതിൽ തന്നെ വന്നിരിക്കും. അപ്പൊ നമുക്കൊരു പുതിയൊരു അപ്ഡേഷൻ വരുത്തേണ്ട കാര്യമോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അത് ഇതിന്റെയൊക്കെയാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരിപ്പോൾ കുറെ അധികം ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇത്രയധികം കമ്പനീസ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ഹെവി ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കമ്പനീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ മൈഗ്രേഷൻ തുടങ്ങി. അപ്പൊ ഇതായിരിക്കും ചിലപ്പോ ന്യൂ ജനറേഷൻ ഓഫ് CAD അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഡിസൈൻ. അപ്പൊ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിലും ആവശ്യം വരിക എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിന്റെ ഫ്രീ ഓഫ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു അതൊരു നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പോയിന്റ് തന്നെയായിരിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയറിന്റെ നമ്മൾ ഈ പേജിലേക്കാണ് എത്തുക. നമ്മൾ ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഫസ്റ്റ്. അക്കൗണ്ട് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ സൈൻ ഇൻ പേജിൽ പോയിട്ട് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, ഇമെയിൽ ID ഒക്കെ അടിച്ചു കൊടുത്ത് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ ലിങ്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ മെയിലിലേക്ക്. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീ അക്കൗണ്ട് ഇതിലേക്ക് തുടങ്ങാൻ പറ്റും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാൻ പറഞ്ഞത് ഫ്രീ ആണ്, ബട്ട് അതിലൊരു ക്ലോസ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും പബ്ലിക് ആയിരിക്കും. അതായത് എല്ലാ ഓൺഷേപ്പ് യൂസേഴ്സിനും, അതായത് എല്ലാ ഓൺഷേപ്പ് യൂസേഴ്സിനും നിങ്ങളുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അങ്ങനെ വളരെ പബ്ലിക് ആയിട്ട് കിടക്കില്ല, പക്ഷെ ആ ലൈബ്രറിയിൽ ഉണ്ടാവും അത് ഓപ്പൺ ആയിട്ട്. അതുകൊണ്ട് തന്നെ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇതൊന്ന് അവോയ്ഡ് ചെയ്യുക, ഇതിലിടരുത്. ബട്ട് ഫോർ എ ലേണിംഗ് പർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോബി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ പ്രൊജക്ട്, കോളേജ് പ്രൊജക്ട്, അതിനൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് പഠിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്, ബെറ്റർ ദാൻ സോളിഡ് വർക്ക്സ്. ഇതിന്റെ ഇന്റഗ്രേഷൻ വിത്ത് പല പല സോഫ്റ്റ്വെയർസും കൂടി വളരെ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് വലിയ കമ്പ്യൂട്ടർ പോലും മേടിക്കേണ്ട ആവശ്യമില്ല. മറ്റേതൊരു സോളിഡ് വർക്ക്സ് റൺ ചെയ്യാൻ തന്നെ നമുക്കൊരു മിനിമം ഒരു i5+ പ്രോസസ്സറൊക്കെ ഉള്ള ഒരു ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്. ഇത് വെറും ഒരു i3 ഒക്കെ ഉണ്ടെങ്കിൽ വരെ നടക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ബിക്കോസ് ഇറ്റ് ഇസ് ക്ലൗഡ് ബേസ്ഡ്. നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കാര്യം. അപ്പോ ഇതൊക്കെ ഇതിന്റെ ഓബ്വിയസ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിപ്പിക്കാൻ കാരണം. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കുക, ഗെറ്റ് സ്റ്റാർട്ടഡ് അടിക്കുക. എനിക്കിതിൽ അക്കൗണ്ട് ഉണ്ട്, അതാണ് എറർ വരുന്നത്. അപ്പൊ ഞാൻ ഇതില് പോയി എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈൻ ഇൻ പേജ് വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഇതിൽ വരും. സൈൻ ഇൻ ചെയ്യുക, നിങ്ങളുടെ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോ ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നതാണ്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയറിന്റെ അഡ്വാൻറ്റേജസോ ഇനി വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. താങ്ക് യു.